അപ്പൊ ചേട്ടനൊക്കെ നായകന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് അതായത് ഒന്നും നോക്കാനില്ല ബാബു ചേട്ടൻ നോയിക്കോളൂ എന്നുള്ള ഒരു മൂഡാണ്. അപ്പൊ ഇതിനകത്തുള്ള ക്യാരക്ടർ എങ്ങനെയാണ്? ഹീറോയുടെ കൂടെ നിൽക്കുന്നതാണോ, വില്ലനായിട്ട് വരുന്നതാണോ, എന്താണ്, സസ്പെൻസ് ആണോ? നായകന്റെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസം എന്നൊരു കാര്യം, അത് ഞാൻ കുറെ വില്ലൻ വേഷങ്ങൾ ചെയ്ത് കുറെ പേരെ പേടിപ്പിച്ചിട്ടുണ്ട്. അതാണ് സംഭവം. സൈക്കോളജി ഒന്ന് വർക്ക് ആവുന്നതാണ്. ഓ, നായകന്റെ കൂടെ ആണോ? ഭയങ്കര ഒരു ബ്ലസ്സിംഗ് ആണ്. അങ്ങനെ നമ്മുടെ മനസ്സിൽ ഓർക്കുക, നമ്മളെ പറ്റി ചിന്തിക്കുക, അതൊക്കെ ഒരു ബ്ലസ്സിംഗ്. അതൊക്കെ കൊണ്ടാണ് നിങ്ങളുടെ ഓഡിയൻസിന്റെ ആ ഒരു ഫീലിംഗ് കൊണ്ടാണ് നമ്മളിപ്പോഴും മനസ്സിൽ നിൽക്കുന്നത്. റഹ്മാനാണെങ്കിലും ആ സ്നേഹം അതാണ് നമ്മളൊക്കെ ഇപ്പോഴും നിലനിർത്തുന്നത്. അല്ലാണ്ട് നമുക്കിവിടെ വേറെ ഗോഡ് ഫാദറോ ഫാദറിലോ ഒന്നും ഇല്ല അല്ലേ? ഇതുപോലെ കുട്ടിക്കാലത്ത് കുറെ പേടിപ്പിച്ചെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോ ഇപ്പോഴൊക്കെ ആകുമ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര ആക്റ്റീവാണ്. എല്ലാവർക്കും ഓരോരുത്തരുടെ ക്യാരക്ടർ എന്താന്നുള്ളതൊക്കെ ഭയങ്കരമായിട്ട് അറിയും. ഇപ്പോൾ ചേട്ടന് തന്നെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഞാനാകും 4 ജീൻസോ 3 ജീൻസോ ഭയങ്കര സിമ്പിൾ ആണെന്ന് പറഞ്ഞിട്ടുള്ള സാധനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഉള്ളവർക്ക് ബിഗ് സ്ക്രീനിൽ കാണുന്നത് മാത്രമാണ് അവർ വിശ്വസിച്ചായിരുന്നത്. അപ്പൊ ആ സമയത്ത് ആരെങ്കിലും വന്നിട്ട് ഇതേപോലെ പേടിച്ചിട്ട് പെട്ടെന്ന് മാറിപ്പോവുക, അല്ലെങ്കിൽ ആരെങ്കിലും ചീത്ത പറയുക, അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു? അങ്ങനെയാണ്. നമ്മൾ പബ്ലിക്കിൽ ഇറങ്ങുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാവർക്കും സ്നേഹമായിരുന്നു. പക്ഷെ സിനിമ കാണുമ്പം ഭയങ്കര ഒരു, പ്രത്യേകിച്ച് പൂവിന് പുതിയ പൂന്തൽ എന്ന സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേർക്ക് പനി പിടിക്കുകയും ഒരുപാട് പേര് രാത്രി കിടന്ന് കരയുകയും. അതുപോലെ കാക്കമുട്ട എന്ന് പറഞ്ഞൊരു പടം ചെയ്തപ്പോൾ മണികണ്ഠൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞിങ്ങനെ കഥയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളിപ്പോൾ എന്നെ ഓർക്കാൻ കാര്യം എന്നാന്ന് ചോദിച്ചു. ഞാൻ തമിഴ് അധികം ചെയ്യാനില്ല, ദൂരെയാണ്. എന്നെ സാറുണ്ട് പൂലി ബസ്സിലപ്പോൾ അതിനൊക്കെ 2 വാരം ജ്വരം എപ്പടി മറക്ക മുടിയും. എങ്ങനെയായിരുന്നു ഈ ഒരു ഒമർലു ഫൺ? അതാണ് സിനിമയുടെ തന്നെ പൊതുവെ ക്യാപ്ഷൻ, അദ്ദേഹത്തിന്റെ സിനിമയുടെ ക്യാപ്ഷൻ. സോ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഹ്യൂമർ ചെയ്ത് ആദ്യമായിട്ട്. അതെ, ഹ്യൂമർ ചെയ്ത് ഞാൻ കൊച്ചിരാജാനൊക്കെ സീരിയസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പിന്നീട് ഹ്യൂമറായി മാറി. അതെ, അത് ജനങ്ങളായിട്ടുള്ളത് ട്രോളാണത്. ഇപ്പൊ ബയ്യ വയ്ക്കകത്തൊക്കെ വെടികൊണ്ട് മരിക്കുമ്പോ ഇങ്ങനെ ചവപ്പട്ടിക്കകത്ത് കിടക്കണം. അതൊക്കെ പിന്നീട് അത് അങ്ങനെ ആയി വന്നതാണ്. പക്ഷെ ഇത് അതുപോലെ തന്നെ സീരിയസ് ആയിട്ട് ഇരിക്കണം. അത് കോമഡി ആയിട്ട് വന്നിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടോ. ഇനി ജനങ്ങൾ തീരുമാനിക്കട്ടെ. വിപിൻ ബ്രോന് എനിക്ക് തോന്നുന്നു ഈ ഒരു ലൊക്കേഷനിൽ ഏറ്റവും കൂടുതൽ എന്റർടൈൻമെന്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ബിപിൻ ബ്രോ ആയിരിക്കും. ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും ആ ഒരു ഓറ എന്താന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റും പുള്ളിയുടെ. ബിപിൻ ബ്രോയ്ക്ക് ഫസ്റ്റ് തന്നെ വരുന്ന സമയത്ത് കുട്ടിക്കാലം തൊട്ടേ കണ്ടുവരുന്നവരാണ് ഇവരൊക്കെ. സോ ബാബുചേട്ടനാണെങ്കിലും റഹ്മാനൊക്കെയാണെങ്കിലും ഒരുപാട് കഥാപാത്രങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ മനസ്സിൽ ഒരു താരപരിവേഷത്തോട് കൂടിയിട്ടുള്ള അവരായിരിക്കും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുക. അപ്പോൾ ആദ്യമായിട്ട് ആ സിനിമ സെറ്റിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഇതുണ്ടാവൂല്ലോ, പേടി.